ഹായ്, ഞാൻ സായിദ് പെയ്യൂർ, സൈക്കോളജിസ്റ്റാണ്. നാർസിസ്റ്റിൻ്റെ അശ്ലീല രീതികൾ അതല്ലെങ്കിൽ ലൈംഗിക വൈകൃതങ്ങൾ, ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ കൊള്ളാം എന്ന് തോന്നുന്നു. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. പൊതുവേ നമുക്കറിയാം, നാർസിസ്റ്റിന് എന്തെങ്കിലും ഒരു അഡിക്ഷൻ സാധാരണയായി ഉണ്ടാവാറുണ്ട്. അത് പണത്തിനോടാവട്ടെ, പ്രശസ്തിയോടാവട്ടെ, ഫോണിനോടാവട്ടെ, എന്തെങ്കിലും ഒരു അഡിക്ഷന് സാധാരണയായി കാണുന്നു. അതിൽപ്പെട്ട കോമൺ ആയിട്ട് പല ആൾക്കാർക്കും കാണുന്നതാണ് ലൈംഗിക വൈകൃതങ്ങൾ. പൊതുവെ അവരുടെ ലൈംഗിക രീതികൾ കുറച്ച് വ്യത്യസ്തമാണ്. എല്ലാവരും അല്ല കേട്ടോ, ഇത് നിങ്ങൾ ജനറലൈസ് ചെയ്യേണ്ട. നല്ലൊരു ശതമാനം അഡിക്ഷനുള്ള ആൾക്കാരെ സംബന്ധിച്ചാണ് പറയുന്നത്. അവർ പൊതുവെ ഉപയോഗിക്കുന്നൊരു പാറ്റേൺ നിങ്ങൾക്കറിയാലോ. ഒരാളെ ഇഷ്ടപ്പെടുന്ന സമയത്ത് നല്ല രീതിയിൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കും. ആ സമയത്തൊക്കെ ശാരീരികമായ ബന്ധം നല്ല രീതിയിൽ പുലർത്തും. പിന്നീട് അതൊരു ടൂളായിട്ട് ഉപയോഗിക്കും. അതായത് സ്നേഹം അങ്ങനെ കൊടുക്കില്ല, സെക്സലായിട്ട് മാറി നിൽക്കും. അപ്പോൾ മാറി നിൽക്കുന്ന സമയത്ത് മറ്റാൾ അത് ചോദിച്ചു വരുന്ന സമയത്ത് അത് ഡിമാൻഡൊക്കെ വെക്കും. ഇങ്ങനെ ഒരു പൊതു രീതി അവർക്കുണ്ട്. അതിനൊക്കെ പുറമെ ഇവർ അശ്ലീലമായ ചില രീതികളുണ്ട്. അത് എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടപെട്ട ചില ആൾക്കാരുടെ അനുഭവത്തിലുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവർ അശ്ലീല വീഡിയോസ് കാണും. ഇവർ കാണുമെന്ന് മാത്രമല്ല, ഇവർ പാർട്ട്നേഴ്സിനെ കാണാൻ നിർബന്ധിക്കും. അതായത് മോശം വീഡിയോസ്, പോൺ വീഡിയോസൊക്കെ കാണാൻ നിർബന്ധിച്ചിട്ട് അതുപോലെ ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കേരളത്തിലെ കൾച്ചർ അനുസരിച്ച് സ്ത്രീകൾ ഇത്തരം കാര്യങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ കാണാൻ താല്പര്യപ്പെടില്ല. അങ്ങനെ കാണാൻ താല്പര്യപ്പെടാതെ ഇവർ ഫോഴ്സ് ചെയ്ത് കാണിപ്പിക്കും. കാണൂ, ഇതങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, നിനക്കറിയാത്തതുകൊണ്ടാണ്, നമ്മളിതൊക്കെ ചെയ്യണം, നമ്മളിതൊക്കെ പഠിക്കണം, എന്നിട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യും. നിരന്തരം പറയുന്ന സമയത്ത് ഭർത്താവിനോട് ശക്തമായ ഇഷ്ടമുള്ള ഭാര്യ എന്ത് ചെയ്യും? ട്രോമ ബോണ്ടിങ് ഒക്കെ ഉള്ള ഭാര്യ എന്ത് ചെയ്യും? അത് അനുസരിച്ച് കഴിഞ്ഞാൽ അതിന് ഭവിഷ്യത്ത് വേറെ വരുന്നുണ്ട്. അത് പിന്നീട് പറയാം. മാത്രവുമല്ല, അതുപോലെ ആക്ട് ചെയ്യാൻ പറയുകയും ചെയ്യും. അതായത് ശബ്ദമടക്കം, അങ്ങനെ ശബ്ദം ഉണ്ടാക്കുക, ഇങ്ങനെ ചെയ്യും. മെൻസ്ട്രൽ സമയത്ത് ബന്ധപ്പെടുക, അങ്ങനെ വളരെ മോശമായ വൾഗറായ രീതിയിൽ ഇവരിടപെടും. ഇത് നിരന്തരം ചെയ്യുമ്പോൾ വിക്ടിം അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആൾക്ക് അതൊരു കുറ്റബോധമായിട്ട് മാറും. ഞാൻ ചെയ്യുന്ന മോശമല്ലേ, ഇങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. കാരണം നമ്മുടെ മതം അല്ലെങ്കിൽ കൾച്ചറൊക്കെ ഉണ്ടാക്കിയ ഒരു റൂൾസ് ഉണ്ടാവും. ആ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നത് ഒരു പരിധി കഴിയുമ്പോൾ ആർക്ക് വിക്ടിമിന് സഹിക്കാൻ പറ്റില്ല. വിക്ടിം അത് കേണപേക്ഷിക്കും. അങ്ങനെ അവസാനം കേണപേക്ഷിച്ചിട്ടും കാര്യമില്ലാത്ത സമയത്ത് സ്ട്രോങ് ആയിട്ട് പറഞ്ഞ സമയത്ത് ചിലപ്പോൾ അത് നിർത്തിയെന്ന് വരും. ചിലപ്പോൾ ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് ലൈംഗിക അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാനും സാധ്യതയുണ്ട്. എന്തുമാവട്ടെ, ഇത് അവസാനം ചർച്ച വരുന്ന സമയത്ത് വിക്ടിം നമ്മളോട് പറയും, ഉറപ്പായിട്ടും പറയുമല്ലോ. വിക്ടിം പറയും ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പറയുന്ന നാർസിസ്റ്റായ വ്യക്തി ചെയ്യുന്ന ഐഡിയ എന്താ അറിയും? ഇവളും ചെയ്യുന്നുണ്ട്, ഇവളും ആസ്വദിച്ചിരുന്നല്ലോ, അന്ന് എത്രയോ ആസ്വദിച്ചിരുന്നല്ലോ. അപ്പോൾ വിക്ടിം പറയും, ഞാനന്ന് വേണ്ടാന്ന് പറഞ്ഞല്ലേ, വേണ്ടാന്ന് പറഞ്ഞെങ്കിൽ നീ ആസ്വദിച്ചില്ലേ എന്ന് ചോദിക്കും. അതായത് ഇത് ആസ്വദിക്കലല്ല, ഭർത്താവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആരാണോ നാർസിസ്റ്റ് അവർക്ക് വേണ്ടി സഹകരിച്ച് കൊടുത്തതാണ്, അവരെ വെറുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് സഹകരിച്ച് കൊടുത്തതാണ്. പക്ഷേ പിന്നീട് അത് ആസ്വദിച്ചു എന്ന് വരുത്തി തീർക്കും. അതോടെ എന്താവും? എല്ലാവരും മുമ്പിൽ നിന്നും ഈ ഇഷ്യൂ പറയാൻ പറ്റാത്ത അവസ്ഥ എത്തും. ചില ആൾക്കാരെ സംബന്ധിച്ച് ഇത് ഒറ്റയടിക്ക് നിഷേധിച്ച് കളയും. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. നാർസിസ്റ്റിൻ്റെ പൊതുതന്ത്രം എന്ന് പറയുന്നത്, അവരെന്തെങ്കിലും മോശമായ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിലും, ഇപ്പോൾ കള്ളു കുടിക്കുകയാണെങ്കിലും മറ്റെന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് വിക്ടിമിനെ കൊണ്ടും ചെയ്യിപ്പിക്കും. വിക്ടിമിനെ കൊണ്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം അത് വിക്ടിം ജീവിതത്തിൽ 1, 2, 3 പ്രാവശ്യമായിരിക്കും ചെയ്തതിന് ശേഷം എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ, പിന്നീട് ഈ വിക്ടിമിന് ഇത് ആരോടും പറയാൻ പറ്റാത്ത സാഹചര്യം വരും. ഉദാഹരണം പറയാം, വിക്ടിം ഒരു പ്രാവശ്യം കള്ളു കുടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചോ, വിക്ടിമിന് ഇത് ആരോടും പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? കാരണം അപ്പോൾ ഇയാൾ പറയും അവളും കുടിച്ചിട്ടുണ്ട് എന്ന് പറയും. അതായത് ഇരയും കുടിച്ചിട്ടുണ്ടെന്ന് പറയും. അതോടെ അവർക്ക് പറയാനുള്ള വോയിസ് തന്നെ ഇല്ലാണ്ടാവും. ഈ രീതിയിൽ ലൈംഗികമായി ഒട്ടും മുമ്പിലുള്ള ആളെ, അതായത് പാർട്ട്ണറെ ഇവർ ബലവെക്കുകയില്ല. ഇവരുടെ ആവശ്യങ്ങൾ എന്താണോ, ഇവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നടത്തി കൊടുക്കാനുള്ള ഉപാധി മാത്രമാണ് ഇവർ. ഒരു ലേഡി എന്നോട് പറഞ്ഞതാണ്, ഹസ്ബൻഡിനെ ആരെങ്കിലും കണ്ടാൽ, എൻ്റെ സുഹൃത്തുക്കളെ കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ വെക്കും, അവരെ സൗന്ദര്യങ്ങൾ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ലൈംഗികമായി ബന്ധപ്പെടുമ്പോൾ അത് പറയും. അവരാലോചിച്ചിട്ട് പല വാക്കുകളും പറയും. ഇത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത്, അതായത് ഈ വ്യക്തിയോട് ചോദിച്ച സമയത്ത് അയാൾ പറഞ്ഞൊരു ഡയലോഗ് എന്ന് പറയുന്നത്, ഇവളെന്നെ എന്നോട് ആലോചിച്ചോ എന്ന് പറഞ്ഞു. മനസ്സിലായല്ലോ? ഇവളെന്നെ അങ്ങനെ, നിങ്ങളത് ചെയ്തോ, നിങ്ങൾ ആലോചിച്ചോ, നിങ്ങൾ സംതൃപ്തിപ്പെടുത്തിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് ഭാര്യയോട് ചോദിച്ചു, നിങ്ങളങ്ങനെ പറഞ്ഞിരുന്നോ? അപ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു പറഞ്ഞാൽ, ഇദ്ദേഹം പലപ്പോഴും ഇത് ചെയ്ത സമയത്ത് എനിക്കിഷ്ടമല്ല, ചെയ്യരുത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഹസ്ബൻഡ് പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ, ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിൽ നല്ല രീതിയിൽ പോകുന്ന സമയത്ത് ഹസ്ബൻഡിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് വൈഫ് എന്ത് ചെയ്യും? വൈഫ്
ഹസ്ബൻഡിന് ഇഷ്ടമുള്ള കാര്യങ്ങളും പറയുകയും ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം ഇവളുടെ ആവശ്യം പൂർത്തീകരിച്ചതിന് ശേഷം ഹസ്ബൻഡോട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. അത് വെച്ചിട്ടാണ് ഇയാൾ അത് ആയുധമാക്കി ഉപയോഗിക്കുന്നത്. അതിനുശേഷം നിരന്തരം ഇതെനിക്കിഷ്ടമല്ല, ഇത് സ്റ്റോപ്പ് ചെയ്യണമെന്ന് അവൾ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രാവശ്യം അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വാക്ക് പറഞ്ഞത് കൊണ്ട് തന്നെ അവൾ പെട്ടു. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലാവില്ല. പൊതുസമൂഹത്തോടൊക്കെ പറയുന്ന സമയത്ത് രണ്ടുപേരെയും മോശമായിട്ടാണ് ആൾക്കാർ കാണുക. ഇവളും കുറവൊന്നുമല്ല, ഇവളിങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടല്ലോ, ഇവളങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ് വിചാരിക്കുക. പക്ഷേ ഇവരെന്ത് ചെയ്യുക പറഞ്ഞാൽ, ഈ നാർസിസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്തുമാവട്ടെ ഫോഴ്സ് ചെയ്തിട്ട് കൺട്രോൾ ചെയ്തിട്ട് ചെയ്യിപ്പിക്കാനുള്ളൊരു കഴിവുണ്ട്. നിരന്തരം ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തന്നെ സഹകരിച്ച് കൊടുക്കാമെന്നൊരു തോന്നലുണ്ടാക്കും. നമ്മൾ തന്നെ അതിനോട് സഹകരിക്കും. നമ്മൾ അവർക്ക് ഒപ്പിച്ച് നിൽക്കുന്ന അവസ്ഥ, അതായത് ചെരുപ്പിനൊപ്പിച്ച് കാല് മുറിക്കുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. പിന്നീട് എന്ത് ചെയ്യും, നമ്മൾ ചെയ്ത പ്രവൃത്തി തെറ്റാണ്, മോശമാണെന്ന അതിശക്തമായ ഉള്ളിൽ നിന്നുള്ള മനസാക്ഷിക്കുത്ത് നമ്മളെ ഇതിൽ നിന്ന് പിൻവലിക്കുകയും ചെയ്യും. നമുക്ക് കുറ്റബോധം ഉണ്ടാക്കുകയും ചെയ്യും. നമ്മൾ അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും. അതോടെ അവരും നമ്മളും തമ്മിൽ ഈ വിഷയത്തിൽ ഫൈറ്റ് ഉണ്ടാവുകയും അത് പൊതുമധ്യത്തിൽ എത്തുകയും ചെയ്യും. നാർസിസ്റ്റിനെ സംബന്ധിച്ച് അവർ പല രീതിയിലാണ്, എൻ്റെ അനുഭവത്തിൽ കേട്ട ഒരുപാട് കഥകളുണ്ട്. ഇവർ രാത്രി പാതിരാക്ക് മാറി നിന്ന് സ്വയംഭോഗം ചെയ്യും. അത് എങ്ങനെ, ഫോൺ വിളിച്ചിട്ട് സ്വയംഭോഗം ചെയ്യും. അപ്പം അങ്ങനെ പല രീതിയിലുള്ള മോശമായ പ്രവൃത്തികളാണ്. അതായത് ഭാര്യ കാണുക, നിങ്ങൾ വിചാരിക്കേണ്ട ഇതൊക്കെ തനിച്ച് ചെയ്യുന്നല്ല, ഭാര്യ കാണുക. പിന്നെ അതിന് പുറമെ ഫ്ലേർട്ടിങ്, കിട്ടിയ ആൾക്കാർക്ക് മെസ്സേജ് അയക്കുക, പാർട്ട്ണർ കാണുന്ന സമയത്ത് അത് നമ്മൾ തമാശയൊക്കെ ചെയ്താണ്, ഒരു ആഹി അയച്ചതാണ് എന്ന് പറഞ്ഞ് നിസാരവൽക്കരിക്കുക. അങ്ങനെയൊക്കെ പ്രവൃത്തികൾ നമുക്ക് പൊതുവെ അറിയുന്നതാണ്. അത് സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. ഏതുമാവട്ടെ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും വിശദമായി കുറേ കാര്യങ്ങൾ പറയാണ്ട് അടുത്ത വീഡിയോയിൽ പറയാം.